ചൊല്ലുന്ന ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസിൽ പങ്കെടുക്കുക എന്നുള്ളത് അൽഹംദുലില്ലാഹ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്തുകൊണ്ടാണ് ഭാഗ്യമെന്ന് പറയുന്നതെന്നറിയുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മനോഹരമായ സദസ്സിൽ പങ്കുകൊള്ളാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഖൽബിന്റെ അകത്തളങ്ങളിൽ എവിടെയോ ഒരു ഈമാനിന്റെ വെളിച്ചം പ്രകാശിക്കുന്നുണ്ട്. അല്ലാഹു മരണം വരെ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിനെ പ്രകാശിപ്പിക്കുമാറാവട്ടെ. ദീനിന് സേവനം ചെയ്യാൻ, സമൂഹത്തിന് നന്മ ചെയ്യാൻ, അല്ലാഹുവിനെ ഓർക്കുന്ന സദസ്സിൽ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് അവസരം തന്നു. അൽഹംദുലില്ലാഹ്. എത്ര ആളുകളുണ്ട് ഈ നാടുകളിൽ, എത്ര ആളുകളുണ്ട് ഈ വീടുകളിൽ. ഈ സദസ്സുണ്ട് എന്ന് പറഞ്ഞിട്ടും ഈ സദസ്സിന്റെ മഹത്വം അറിഞ്ഞിട്ടും അവർക്ക് പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തില്ലെങ്കിൽ അത് നേരത്തെ വന്നുകൊണ്ട് ഈ മജ്ലിസിലേക്ക് വരുന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹുവെങ്കിൽ ഉന്നതമായ പല സ്ഥാനമാനങ്ങളും നമുക്കുണ്ട്. ഇത് ദിക്റിന്റെ സദസ്സാണ്, സ്വലാത്തിന്റെ മജ്ലിസാണ്. ഹബീബിന്റെ പേരിൽ മദ്ഹ് പറയുന്ന മഹാന്മാരിൽ മഹത്തുക്കളായ അസ്ഹാബുൽ ബദരീകളെ സ്മരിക്കാൻ പോകുന്ന സദസ്സാണ്. ഇങ്ങോട്ട് നടന്നു വരുന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹു നന്മകൾ രേഖപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ അബദ്ധങ്ങളിൽ നമുക്ക് സംഭവിച്ചു പോയ പാപപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു മായ്ക്കുകയാണ്. ഈ മജ്ലിസിൽ ഇരിക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്നത് വരെ മുഅ്മിനീങ്ങളെ നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദോഷങ്ങൾ ഇങ്ങനെ പുറത്തു കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് വീട്ടിലിരുന്നാൽ കിട്ടോ, അങ്ങാടിയിലിരുന്നാൽ കിട്ടുമോ? നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം തമാശ പറഞ്ഞ് റോഡിന്റെ കവലകളിൽ ഇരുന്നാൽ കിട്ടുമോ? ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് 3 പ്രാവശ്യം പറയിപ്പിച്ചത് അൽഹംദുലില്ലാഹ്. എപ്പോഴാണ് ഈ നിഅമത്തുകളൊക്കെ നീങ്ങിപ്പോവുക എന്ന് നമുക്കറിയില്ല. ഇന്ന് നമുക്ക് ആഫിയത്തുണ്ട്, ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്, പ്രതികൂലമല്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഇങ്ങനെയുള്ള ഒരു സദസ്സ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടും വേണ്ട രീതിയിലൊക്കെ പ്രചാരണങ്ങൾ നടത്തിയിട്ടും അതൊന്നും ചെവി കൊടുക്കാതെ മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുന്ന നിർഭാഗ്യവാന്മാരിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പെട്ടില്ലല്ലോ. അതാണ് രണ്ടാമത്തെ അൽഹംദുലില്ലാഹ്. കണ്ണുകളില്ലാതെ കാണുന്നു അല്ലാഹ്, ഖൽബിന്റെ വേദന അറിയുന്നു അല്ലാഹ്. അല്ലാഹുവിൽ അറിയാത്ത, അല്ലാഹുവിനെ മറച്ചു വെക്കുന്ന ഒരു സംഗതിയും ലോകത്തില്ല. എല്ലാം കാണുന്നവനാണ്, എല്ലാം അവൻ അറിയുന്നവനാണ്, കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. നമുക്ക് അല്ലാഹു കാണാൻ കണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ, കേൾക്കാൻ കാത് തന്നിട്ടുണ്ടെങ്കിൽ, മജ്ലിസിന്റെ സദസ്സിൽ ഇങ്ങോട്ട് നടന്നു വരാനുണ്ട് കാലുകൾ തന്നിട്ടുണ്ടെങ്കിൽ, അത് ഉടമസ്ഥനായ റബ്ബിന് ആ കണ്ണിനും ചെവിക്കും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും ഏത് നിമിഷവും അല്ലാഹു ആ കഴിവിനെ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണ്. നമുക്ക് അവസരം അല്ലാഹു തന്നു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കണേ, ഫദ്കുറൂനി അദ്കുറുകും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണേ, നന്ദി ചെയ്യണേ, എന്നെ സ്തുതിക്കണേ. എന്റെ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യുന്ന ഖൽബും ശരീരവുമായിരിക്കണേ നിനക്ക് എന്ന് അല്ലാഹു ജല്ല ജലാലുഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോടാണ് ഓർമ്മപ്പെടുത്തുന്നത്. വലാ തഷ്കുറൂൻ വലാ തക്ഫുറൂൻ. നീ നന്ദി കേട് കാണിക്കരുത്, ധിക്കാരം കാണിക്കരുത്.
ധിക്കാരം കാണിച്ചാൽ അല്ലാഹു നമ്മെ പിടികൂടും. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് പുറത്തു തരട്ടെ. വർക്കാമി പറ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. വിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ മഗ്രിബ് നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ച് അല്ലാഹുവിന്റെ മഹാന്മാരായ മഹത്തുക്കളായ അസ്ഹാബുൽ ബദരീകളെ നാമം പാടി പറയാനാണ്, അവരുടെ മദഹ് ഗീതങ്ങൾ ചൊല്ലാനാണ്, ദുആ ചെയ്യാനാണ് നമ്മൾ ഒത്തുകൂടിയത്. ഇത് സ്വർഗീയമായ ഒരു പൂന്തോപ്പാണ്. ഇത് ഇൽമിന്റെ മജ്ലിസാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. സ്വർഗീയമായ തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ് ഇൽമിന്റെ മജ്ലിസ് എന്ന് കരുണക്കടലായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധ ഖുർആൻ നമ്മെ വിളിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. നമ്മ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വിശ്വാസികളെ, ഓ വിശ്വാസികളെ, വിശ്വാസി സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണേ, അല്ലാഹുവിനെ സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കണേ. രാവിലെയും വൈകുന്നേരവും അവന്റെ പരിശുദ്ധിയെ, അവന്റെ സ്തുതി കീർത്തനങ്ങളെ നിങ്ങൾ പാടി പുകഴ്ത്തണേ. ഇത് അല്ലാഹു നമ്മോടുള്ള കൽപ്പനയാണ്. അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ സ്മരിക്കണേ. മുഅ്മിനീങ്ങളെ, ജീവിതം ഏത് നിമിഷവും അസ്തമിക്കാനുള്ളതാണ്. നമുക്കൊക്കെ മനുഷ്യന്റെ ആയുസ് എന്നുള്ളത് ജീവിതത്തിൽ ഏത് നിമിഷവും അസ്തമിച്ചു പോകാനുള്ള ഒരു നിധിയാണ്. ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് സമയമാണ്. നമ്മുടെ ആയുസ്സാണ്, നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ ഒഴിവു സമയമാണ്. ഇതൊക്കെ ഏത് നിമിഷവും നശിച്ചു പോകുമെന്ന ബോധം നമുക്ക് അല്ലാഹു നൽകട്ടെ. ഇതില്ലാത്തതിന്റെ പേരിലാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് അരാജകത്വം, തിന്മയും അസത്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് നമ്മൾ ഓർക്കേണ്ടത്, അല്ലാഹുവിനെ ഓർക്കണേ, ദിക്റൻ കസീറാ, അല്ലാഹുവിനെ ഓർക്കണേ, ധാരാളം നിങ്ങൾ സ്മരിക്കണേ, അല്ലാഹുവിനെ ഓർക്കണേ. എവിടെയാണോ അല്ലാഹുവിനെ പറയുന്ന സദസ്സ്, എവിടെയാണോ അല്ലാഹുവിനെ ഓർക്കുന്ന സദസ്സ്, ഹബീബിനെ പാടി പറയുന്ന, ഹബീബിനെ പറയുന്ന സദസ്സ് എവിടെയാണോ, അങ്ങനെയുള്ള സദസ്സിൽ ഇരുന്നാൽ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. വെറുതെ അങ്ങനെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ദീനിന്റെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഓഫറാണ്. ഒന്നും ചെയ്യണ്ട, ആ സദസ്സിന്റെ പുണ്യം മാത്രം നിയ്യത്ത് ചെയ്തുകൊണ്ട് ആ സദസ്സിന് അങ്ങിരുന്നാ മതി. അവിടെ അല്ലാഹുവിനെ പറയും, ഹബീബിനെ സ്മരിക്കും. എന്തിനാണ്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണെന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ രക്ഷപ്പെടണം. നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മുടെ ഓരോ അനക്കത്തിലും ഉറക്കത്തിലും അടക്കത്തിലും നടത്തത്തിലും ചിരിയിലും വർത്തമാനത്തിലും നോട്ടത്തിലും യാത്രയിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു വിശ്വാസി എപ്പോഴും ഓർക്കണം, അല്ലാഹുവിനെ ഓർക്കണം. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോ ദിക്റ് ചൊല്ലാനുണ്ട്, ബിസ്മി ചൊല്ലാനുണ്ട്, അല്ലാഹുവിനെ ഓർക്കാനുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴും ചൊല്ലുമ്പോഴുമാണ് അർത്ഥപൂർണമായി നാം വിശ്വാസികളാകുന്നത്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു,
قال رسول الله صلى الله عليه وسلم كلمتان خفيفتان على اللسان ഈമാന്റെ കുറവാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബിസ്മില്ല, അല്ലൊരു ബിസ്മില്ല, മറന്നുപോയി. ഇനി ഭക്ഷണം കഴിച്ചാൽ ബിസ്മി ചൊല്ലിയാൽ തന്നെ അതിന്റെ ഇടവേളകളിൽ പറയണം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ. അല്ലാഹുവേ, എത്ര മനോഹരമായ ഭക്ഷണമാണ്, എത്ര രസമുള്ള ഭക്ഷണമാണ് ഇതെനിക്ക് തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. ഇത് നമ്മൾ ഓർക്കാറുണ്ടോ? ഇത് നമ്മൾ പറയാറുണ്ടോ? നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഉണ്ട്, ഇല്ലെങ്കിൽ അല്ലാഹു ഇല്ല. കഴിഞ്ഞില്ല. ഭക്ഷണം സാവകാശം കഴിക്കണേ, ചവച്ചരക്ക് കഴിക്കണേ, 3 വിരൽ കൊണ്ട് കഴിക്കണേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനി ഹാദാ വറസഖനി എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലാറുണ്ടോ? എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരത്തിൽ അല്ലാഹ് വേണം. അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. അല്ലാഹ് കൂടെ ഒന്നുമില്ല. അതാണ് ചരിത്രം എക്കാലത്തും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യന്മാരിങ്ങനെ ഉറങ്ങുമ്പോ, മനുഷ്യന്മാർ അല്ലാഹുവിൽ നിന്ന് മതിമറക്കുമ്പോ, ഹബീബിന്റെ ചര്യയിൽ നിന്ന് ഇങ്ങനെ പതുക്കെ മാറുമ്പോ, ദുനിയാവിന്റെ സുഖത്തിൽ ഇങ്ങനെ മനുഷ്യൻ പടപടന്ന് ജീവിക്കുമ്പോ ഇടയ്ക്കൊരു ദോഷം വരും. കഴിഞ്ഞ ദിവസം ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. അതിശക്തമായ മഴയാണ് അല്ലെ? നമ്മളെ മദ്രസയോട് പോലും മാറ്റി വെച്ചത് കൊണ്ടാണ്. നിങ്ങൾക്ക് വരില്ലാതെ ആകെ കുറഞ്ഞ ആളുകളെ വരുള്ളൂ. പക്ഷെ സംഘാടകരുടെ വേണ്ടിയാണ്. നിങ്ങളും വരില്ല, നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി മഴയില്ലാത്ത സമയം വെച്ചു. പക്ഷെ എന്നാലും പല ആളുകൾക്കും പല ദുനിയാവിയായ സ്വകലാണ്. മനുഷ്യന് ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ദുനിയാവിന്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും. നന്മ ചെയ്യാൻ അവന്റെ മനസ്സനുവദിക്കുകയില്ല. പിശാചവന്റെ പിന്നാലെ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു നാൾ അവന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്താണ് അവൻ ചിന്തിക്കുക, റബ്ബേ, എത്രയെത്ര സമയങ്ങൾ നന്മകൾ ഞാൻ നഷ്ടപ്പെടുത്തി കളയുക. അതാണ് ചിന്തിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, മജ്‌ലിസിനോട് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു നസീഹത്ത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തേണ്ടതുണ്ട്. എത്രയോ നന്മകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഒരു വിശ്വാസി പ്രഭാതം മുതൽ പ്രദോഷം വരെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ വിരിപ്പിലേക്ക് രാത്രി അർദ്ധരാത്രി കിടന്നിറങ്ങുന്നത് വരെ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന, കാണുന്ന, പോകുന്ന, നടക്കുന്ന, പ്രവർത്തിക്കുന്ന ഓരോ കർമ്മങ്ങളും അല്ലാഹുവിൽ ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നന്മകളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ എന്ന് പറയേണ്ടത്. ജോലിക്ക് പോകുമ്പോൾ ഞാൻ നിയ്യത്ത് ചെയ്യണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. എന്റെ പൊന്നുമക്കൾക്ക് ആഹാരം കഴിക്കാനാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, മക്കളെ, മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനാണ്, ഉപജീവനത്തിന് അന്നം വാങ്ങിക്കൊടുക്കാനാണ് ഞാൻ ജോലിക്ക് പോകുന്നത് എന്ന നിയ്യത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഇത് പറയുമ്പോ സ്വാഭാവികമായിട്ടും അല്ലാഹുവിന്റെ തിരുകാവല് നമുക്കുണ്ടാകും. അല്ലാഹുവിന്റെ മലക്കുകളുടെ അനുഗ്രഹീത സാന്നിധ്യം പിൻബലം നമുക്കുണ്ടാകും. ആ ജോലിക്ക് പോകുമ്പോ ആ ജോലിയിൽ ഇറങ്ങുന്നത് വരെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അങ്ങാടിയിലേക്ക് സാധനം വാങ്ങാൻ പോകുന്നത് നന്മയാക്കി മാറ്റാം. ബാത്റൂമിലേക്ക് വേണ്ടി, നമ്മൾ ടോയ്ലറ്റിലേക്ക് വേണ്ടി മലമൂത്ര വിസർജനം ചെയ്യാൻ പോകുമ്പോഴും അത് നമുക്ക് നന്മകളാക്കി മാറ്റാം. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അതാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന വഴി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാവും പകലും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷങ്ങളിൽ സൂര്യകിരണങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മണ്ണറ വിട്ട മണിയറയിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ദുനിയാവിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു, ഖബറിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് എത്രയോ സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കിടന്നിറങ്ങിയ പ്രിയപ്പെട്ട വയനാട്ടിലെ പുത്തുമലയിലെ ചൂരൽമലയിലെ പ്രിയപ്പെട്ട പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, നമ്മളെ പോലെ എന്തെല്ലാം അഭിലാഷങ്ങൾ അവർക്കുണ്ടായിരുന്നു, എന്തെല്ലാം കണക്ക് കൂട്ടിയിട്ടായിരുന്നു അവർ മക്കയിൽ കിടന്നുറങ്ങിയത്.
പക്ഷേ ഒരു സെക്കൻഡ് സമയം കൊണ്ട് അതല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് അല്ലാഹു അവരെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിക്കാനാ, നമുക്ക് ബോധം വരാനാ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനാണ്, അല്ലാഹുവിലേക്ക് അടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കാനാ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അവനെ ഓർക്കാനും അവനെ സ്മരിക്കാനും അവനെ സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കാനും പറയുന്ന പദവചനങ്ങൾ നമുക്ക് കാണാം. വസബ്ബിഹ ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. അല്ലാഹു ജല്ല ജലാലു പറയുകയാണ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സ്മരിക്കണേ, അല്ലാഹുവിനെ സ്മരിക്കണേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. കഴിയുമെങ്കിൽ ഒരു 10 തവണയെങ്കിലും ഈ മഹത്തായ തസ്ബീഹ് പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ പതിവാക്കിയാൽ ഈ വിശുദ്ധ ഖുർആനിനോട് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഈ ആയത്തുകൾ നമ്മൾ ഉൾക്കൊണ്ടവരാകും. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് ഖുർആൻ പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ച് പ്രതീക്ഷിച്ചാൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ഒരു ബേജാറും. ഇതും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമാണ്. യഥാർത്ഥത്തിൽ ആരാണ് മുഅ്മിനീങ്ങൾ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥ വിശ്വാസികളാരാണ്? നമ്മൾ ആ ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കണം. ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയം മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ ആരാണ്? അല്ലദീന, ഒരു കൂട്ടം ആളുകളാണ്. ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ പറയപ്പെട്ടാൽ അല്ലാഹ് 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 കേട്ടാൽ അവരുടെ ഹൃദയം പിടക്കും, ബേജാറാകും, പിടപിടക്കും. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലാഹ്, ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് കാണാനും കേൾക്കാനും കണ്ടുമുട്ടാനും ഒരു വിശ്വാസി എപ്പോഴും അവന്റെ ഹൃദയം തിടുക്കം കൂട്ടേണ്ടത്, പ്രഗൽഭനം കൊള്ളേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്, ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന അല്ലാഹ്. അവന്റെ മനസ്സിൽ എപ്പോഴും അല്ലാഹയായിരിക്കണം. അങ്ങനത്തെ ആളാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് പരിശുദ്ധ ഖുർആൻ. മാത്രമല്ല, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനം, ഒരു ആയത്ത് ഓതുന്നത് കേൾക്കാൻ അവർക്കിടയായാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുമത്രേ, വിശ്വാസം വർദ്ധിക്കുമത്രേ. നമുക്കതുണ്ടോ? മാത്രമല്ല, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എന്തൊരു പ്രയാസം വരുമ്പോഴും, എന്തൊരു പ്രതിസന്ധി വരുമ്പോഴും, എന്തൊരു കടങ്ങൾ വരുമ്പോഴും, മകളെ കെട്ടിക്കാൻ വരുമ്പോ, ഹജ്ജിന് വേണ്ടി ഒരുങ്ങാൻ വരുമ്പോ, ദീർഘയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ, വീട് വെക്കാൻ ഒരുങ്ങുമ്പോ, എന്ത് സംഗതിയായിക്കോട്ടെ, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആ മനസ്സ് അവനോട് പറയുമത്രേ, തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ ഏൽപ്പിച്ചോ. കടം വരൂല, വിഷമം വരൂല, പ്രയാസം വരൂല. മനസ്സിൽ എപ്പോഴും അല്ലാഹുവിനെ താലോട്ട് നടന്നോ. മറ്റുള്ളവന്റെ സൗന്ദര്യത്തിന്റെ പിന്നിൽ പ്രേമിച്ച് നടക്കണ്ട. കാരണം ആര് നമ്മളെ പ്രേമിച്ചാലും സ്നേഹിച്ചാലും അത് ദുനിയാവിലങ്ങ് തീർന്നു പോകുകയല്ലാതെ നാളെ പാരത്രിക ലോകത്തേക്ക് ചെന്നാൽ ഒരു ചാണകന സൂര്യൻ കത്തിജലിക്കുന്ന മഹ്ശറ ലോകത്ത് ആരാരും നമ്മെ സഹായിക്കാനില്ലാത്ത സമയത്ത് അവർ നമ്മെ സഹായിക്കാൻ വരികയില്ല. ഖബറിൽ ആരുടെ മണ്ണിൽ കിടക്കുമ്പോ നമ്മൾ ദുനിയാവിന് വേണ്ടി സമയം ചെലവഴിച്ച, സമ്പത്ത് ചെലവഴിച്ച, എപ്പോഴും
വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചാറ്റ് അവന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തവർ നമുക്ക് ഖബറിൽ പ്രകാശപൂരിതമായി കൊണ്ടു കടന്നു വരികയില്ല. നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അവര് വരുമോ? നമ്മൾ പ്രേമിക്കുന്ന ആൾ മരിച്ചെന്ന് പറഞ്ഞാൽ വരുമോ? ആണാലും പെണ്ണാലും വരുമോ? ഖബറടക്കാൻ വരുമോ? വരൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഖൽബിൽ എപ്പോഴും അല്ലാഹ് മുറാദി ആഖിറൻ അല്ലാഹ് മുറാദി നിന്നിലാണല്ലാഹ് മുറാദി ജന്നത്താണല്ലാഹ് മുറാദി ഹാസിലാക്കല്ലാഹ് മുറാദി ഹാസിലാക്കല്ലാഹ്. എപ്പോഴും നമ്മുടെ മനസ്സിലല്ലാഹ്, എപ്പോഴും അല്ലാഹ്. എന്തൊരു സംഗതിക്കും അല്ലാഹുവിനെ നിങ്ങൾ കൂട്ടുകൂടി നോക്കുക, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിച്ചു നോക്കുക, അല്ലാഹുവിനെ ഇഷ്ട കൂട്ടുകാരനായി ചാറ്റ് ചെയ്ത് നോക്കുക. വാട്സാപ്പിലൂടെ നീ ചാറ്റ് ചെയ്യുമ്പോൾ അല്ലാഹുവിനെ നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. ഫേസ്ബുക്കിലൂടെ നിന്റെ ലിങ്കിലൂടെ അല്ലാഹുവിലേക്ക് നിനക്ക് എത്തിപ്പെടാൻ കഴിയുകയില്ല. നീ പരിശുദ്ധ ഖുർആൻ ഓതിക്കോ, അർത്ഥം അറിഞ്ഞ് ഓതിക്കോ, അർത്ഥത്തെ നീ പഠിച്ചോ, അതിന്റെ നിയമത്തെ നീ പഠിച്ചോ എന്നിട്ട് ഓതി നോക്ക്. ഓതുമ്പോ നിനക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാം. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒടുങ്ങാത്ത ആഗ്രഹങ്ങളും അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ദീർഘമായ ഒരു യാത്ര. ആ യാത്രക്ക് നമ്മുടെ കൂട്ടുകാര് ശരിയായിരിക്കണം. നമ്മുടെ കൂട്ടുകാരാണ് ശരി. നമ്മളിന്ന് കൂട്ടുകൂട്ടുന്നത് ആരെയാണ്? ദീനിനോട്, ദീനിന്റെ അഹിലുകാരോട്, ദീനിന്റെ ചിന്തങ്ങളോട്, ദീനിന്റെ സ്ഥാപനങ്ങളോട്, ദീനിന്റെ അഹിലുകാരോട് അളവറ്റ സ്നേഹിക്കുകയും വാത്സല്യം ചെയ്യുകയും ചെയ്യുന്ന ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അവരെയാണ് നമ്മൾ കൊണ്ടുകൂടേണ്ടത്, അവരെയാണ് നമ്മൾ ചങ്ങായിമാരാക്കേണ്ടത്, അവരാണ് നമ്മളെ ഖബറടക്കിയാലും ഖബറിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അഖീ, എന്റെ പൊന്നു കൂട്ടുകാരാ, നിനക്ക് സലാം, നിനക്ക് സലാം എന്ന് പറയും അല്ലേ? അങ്ങനെയുള്ള ആളുകളെയാണ് കൂട്ടുകൂട്ടേണ്ടത്. ദുനിയാവിന്റെ സൗന്ദര്യത്തിനും സമ്പത്തിനും വേണ്ടി ഒരാളെ നമ്മൾ സ്നേഹിക്കാൻ പോകരുത് മുഅ്മിനീങ്ങളെ. അത് നമുക്ക് സമയം നഷ്ടമാണ്, സമ്പത്ത് നഷ്ടമാണ്. ദീനിനെ സ്നേഹിച്ചോ അത് ബാക്കിയാവും. ദുനിയാവിൽ കുറച്ച് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് വരും. ഹബീബിനെ നമ്മൾ കൊണ്ടുപിടിച്ചോളി, ഹബീബിന്റെ പേര് നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ. കാരണം സ്വലാത്ത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയ മുതൽക്കൂട്ടാണ്. ഈ ലോകത്ത് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ചിന്തിച്ച് നോക്കുമ്പോ അത്ഭുതപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അത്ഭുതപ്പെടേണ്ട, ചിന്തിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നു വീഴുമ്പോൾ അവന്റെ കാതിൽ ആദ്യമായി കൊടുക്കുന്നത് ബാങ്കാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ അല്ലാഹുവാണ് ലോകത്തെ ഏറ്റവും വലിയവൻ. ആ അല്ലാഹുവിനെ നീ ധിക്കരിക്കരുത്, അല്ലാഹുവിനെ നീ കൈയൊഴിയരുത്, അല്ലാഹുവിനോട് നീ ധിക്കാരം പ്രവർത്തിക്കരുത് എന്ന് ഒരു കുഞ്ഞി ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ പറയുകയാണ്. അതിന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ സമയമില്ല. പിന്നെ പറയുന്നതാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കണ്ടോ, ഉമ്മായുടെ ഗർഭാശയത്തിൽ 9 മാസക്കാലം കിടന്നുകൊണ്ട് ഭൂമിയിലേക്ക് പറന്നു വീഴുമ്പോ നമ്മുടെ കരങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന് ആ പിഞ്ചു കുഞ്ഞിനെ നമ്മുടെ കരങ്ങളിലേക്ക് തരുമ്പോൾ ആദ്യമായിട്ട് വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്. ആ ബാങ്കിനൊരു പ്രത്യേകത ഉണ്ട്, നിസ്കാരമില്ലാത്ത ബാങ്കാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുകയാണെങ്കിൽ നിസ്കാരമില്ലാത്ത ബാങ്ക് കൊണ്ട് തുടങ്ങി ബാങ്കില്ലാത്ത നിസ്കാരത്തിലൂടെ അവസാനിക്കുന്ന ഒരു ചെറിയ ജീവിതകാലം അല്ലേ? അല്ലേ? നമ്മുടെ ജീവിതകാലം അല്ലേ? നിങ്ങളിവിടെ നിസ്കാരമില്ലാത്ത ബാങ്ക് കൊണ്ടാണ് നമ്മുടെ ജീവിതം പ്രയാണം തുടങ്ങുന്നത്. പിന്നെ അവസാനിക്കണമെപ്പോഴാണ് ബാങ്കില്ലാത്ത നിസ്കാരം. അതേതാ? മയ്യത്ത് നിസ്കാരം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഒരു മനുഷ്യനെ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുമ്പോ
ആ കുഞ്ഞ് പൈതലിന്റെ കാതുകളിൽ ആദ്യമായി നമ്മൾ പറയുന്നത് അല്ലാഹുവാണ് വലിയവൻ. പിന്നീട് പറയുന്നത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, പുണ്യ നബിയുടെ പേരാണ്. ഈ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പോകുമ്പോ എല്ലാ സ്വപ്നങ്ങളും ബാക്കിയാക്കി എന്നേക്കുമായി മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു അവന്റെ പാപങ്ങൾ മുഴുവൻ കഴുകാൻ, പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു മയ്യത്ത് നമസ്കാരം എന്ന ഒരു സംവിധാനം ഈ ലോകം സംവിധാനിച്ചു. ആ മയ്യത്ത് നമസ്കാരത്തിൽ തന്നെ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയാണെങ്കിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം പരിശുദ്ധ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലലാണ്. അപ്പൊ സ്വലാത്തിന്റെ മഹത്വം എത്രയുണ്ട്? ഇവിടെ വേറെ ആ കെയറോഫിൽ വേണം മരിച്ച മയ്യത്തിന് അല്ലാഹു പുറത്തു കൊടുക്കാൻ. ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന മനുഷ്യർക്ക് അല്ലാഹു പുറത്തു കൊടുക്കാൻ. എന്നാൽ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ വാതിൽ മറന്നു പോകുമെന്ന് സയ്യിദനാ മുഹമ്മദ് മുസ്തഫ. കേട്ടോ, നാളെ അള്ളാന്റെ അടുത്തേക്ക് എത്തുമ്പോ സ്വർഗത്തിന്റെ വാതിൽ മറന്നു പോകും ചില ആളുകൾ. ആരാണതറിയോ? നാളെ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മറന്നവരാണെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്ത് കേട്ടോ. അടുത്ത മജ്‌ലിസിനോട് വരുമ്പോ എല്ലാവരും തൊപ്പിട്ട് വരണം. വരൂല? നിങ്ങളൊക്കെ ഇവിടെ പഠിക്കണ കുട്ടികളല്ലേ? ആ തൊപ്പിയൊക്കെ ഇട്ട് വരണം. മോശല്ലേ? നമ്മളെന്നെ തൊട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ നാളെ എന്നെ കാണാനുള്ള അവസരം പോലും നഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട്. അപ്പൊ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞാൽ തീരുല്ല. വെള്ളിയാഴ്ച രാവായതുകൊണ്ട് ബർക്കത്തിന്റെ സ്വലാത്തിന്റെ മഹത്വം കൂടി പറഞ്ഞു ഇൻഷാ അല്ലാഹ് മജ്‌ലിസ് നൂറിലേക്ക് കിടക്കാം. എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ മേൽ എന്റെ മേൽ ആ നിമിഷം തന്നെ എത്തിക്കപ്പെടുന്നതാണ്. ആര് എവിടുന്ന് സ്വലാത്ത് ചെയ്യാനും അപ്പൊ തന്നെ എത്തുന്നതാണ്. മാത്രമല്ല ഭൂമിയിൽ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ സ്വലാത്ത് എന്റെ മേൽ എത്തിക്കാൻ വേണ്ടി ഭൂമിയിൽ കൂടെ നടന്നു പോകുന്ന ചില സഞ്ചാരികളായ മലക്കുകൾ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഭൂമി കൂടെ മലക്കൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഈ കടൂർപ്പുറം ഈസ്റ്റ് സിറാജ് ഹുദ സെക്കൻഡറി മദ്രസ അവിടെ നോക്കൂലേ, എന്നിട്ട് ആ സദസ്സിലൊന്ന് വന്ന് നോക്കും. പഠിച്ചോന്റെ ഈ മദ്രസയിൽ എത്ര കാലം കുട്ടികളും രക്ഷിതാക്കളും ഉണ്ടായിട്ട് ആരൊക്കെയാണ് ഇവിടെ വന്നു കിടന്ന് ഹാജർ പട്ടികയിൽ ഇങ്ങനെ മാർക്ക് കൊണ്ടുപോകും. അപ്പൊ നിങ്ങളെ പേര് വേണം, ഞാൻ നിങ്ങളെ അവിടെ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. മനസ്സിലായി? ആ മലക്കുകൾ വരുമ്പോ നിങ്ങളെ ഹാജർ നിങ്ങളെ അവിടെ നിങ്ങളെ പേരുണ്ടാവില്ല. എന്നിട്ട് ഈ മലക്കൾ എന്താ ചെയ്യാറിയോ? അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടേ കൊടുക്കും. സിറാജ് മദ്രസയിൽ പഠിക്കുന്ന അയൻകുട്ടിയും മോഹൻകുട്ടിയാണിത്. നിങ്ങളെ പേര് എനിക്ക് അറിയാത്തോണ്ട് അങ്ങനെ പറഞ്ഞോ. ചിലപ്പോ നിങ്ങളെ പേര് തന്നെ. അപ്പൊ ഒരു സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സബീതത്തിൽ ചെല്ലുകയാണ്. ഇത് കൂടി കേൾക്കാണോ? ഇത് കേട്ടാ ഞാൻ എന്നിട്ട് ഞാൻ ചോദിക്കും എന്താ പറഞ്ഞു. ഒരു സ്വഹാബി മുത്തുനബിയോട് പറയുകയാണ്, ജീവിതത്തിൽ ഒട്ടുമിക്ക സമയങ്ങളും ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റി വെക്കട്ടെ, എന്റെ ഫ്രീ സമയം മുഴുവൻ ഞാൻ സ്വലാത്ത് ചൊല്ലിക്കോട്ടെ എന്ന് ഒരു സ്വഹാബി മുത്തുനബിയോട് ചോദിക്കുകയാണ്. നബിയെ, അങ്ങയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ ഒഴിവ് സമയം മുഴുവൻ ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റി വെക്കട്ടെയോ? എന്റെ പ്രാർത്ഥനയിൽ നിന്ന് എത്ര ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റി വെക്കണം നബിയെ? സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ. വീണ്ടും ചോദിക്കുകയാണ്, എന്റെ പ്രാർത്ഥനയുടെ 4 ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റി വെക്കട്ടെയോ ഹബീബേ? മുത്തുനബി സ്വഹാബത്തിനോട് പറഞ്ഞു, നീ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ. അതിനേക്കാൾ നീ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നിനക്കത് ഉത്തമമാണ്, പുണ്യമാണ്.
നിന്റെ ജീവിതത്തിൽ ഐശ്വര്യത്തിനും ബറക്കത്തിനും കാമനും അത് കാരണമാകുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ സ്വഹാബി വെട്ടിയ ഞാൻ ചുരുക്കി പറയുകയാണ്, ജീവിതത്തിൽ എന്റെ പ്രാർത്ഥനയിൽ എന്റെ ദുആയിൽ പകുതി സമയം മുഴുവനും ഞാൻ സ്വലാത്ത് ചൊല്ലി പകുതി ദുആ ചെയ്തോട്ടെ എന്ന് മുത്തുനബിയോട് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു, നീ ഉദ്ദേശിച്ചത് ചൊല്ലിക്കോ, പക്ഷേ അതിനേക്കാൾ കൂടുതലാക്കിയാൽ നിനക്ക് അതിന്റെ ഗുണം നിനക്കുള്ളതാണ്. അടുത്ത ചോദ്യം എന്നാൽ മൂന്നിലൊരു ഭാഗം ചോദിച്ച് അവസാനം സ്വഹാബി ചോദിക്കുകയാണ്, അജഅൽനക സ്വലാത്തി കുല്ലിഹാ, എന്റെ ജീവിതത്തിൽ എന്റെ ദുആക്ക് പകരം എന്റെ പ്രാർത്ഥനയ്ക്ക് പകരം മുഴുവനും ഞാൻ സ്വലാത്താക്കി മാറ്റിയാൽ അത് എനിക്ക് സമ്മതം തരുമോ നബിയെ? അങ്ങനെ പറ്റുമോ നബിയെ? അപ്പ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദൻ തുക്ഫാ എങ്കിലും നിങ്ങളുടെ എല്ലാ മുഷിപ്പുകളും നിങ്ങൾക്ക് മായ്ച്ചു കളയുന്നതാണ്, പാപങ്ങൾ പൊറുക്കുന്നതാണ്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുന്നതാണ്. അല്ലാഹുവോട് നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയാതെ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അല്ലാഹു നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. സ്വലാത്ത് ചൊല്ലോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അപ്പൊ എന്താ പറഞ്ഞത്? ഒരാള് ദിക്ർ ചൊല്ലണില്ല, അല്ലാഹുവിനോട് ദുആ എടുക്കുന്നില്ല, ജീവിതത്തിൽ ഒഴിവ് സമയം മുഴുവൻ സ്വലാത്ത് ഞാൻ ചൊല്ലി എനിക്ക് എന്താ കിട്ടുക എന്ന് മുത്തുനബിയോട് ഒരു സ്വഹാബത്ത് ചോദിച്ചപ്പോ സ്വഹാബി പറഞ്ഞു, എന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു നടത്തി തരുന്നു. മനസ്സിലായോ? പള്ളിയിൽ സ്വലാത്ത് ഉണ്ടെങ്കിൽ, മദ്രസയിൽ മജ്‌ലിസ് ഉണ്ടെങ്കിൽ അതിന്റെ A to Z, അതിന്റെ പോസ്റ്റർ അടിക്കലും ആളെ ക്ഷണിക്കലും മൈക്ക് കെട്ടലും ലൈറ്റ് ഓണാക്കലും സ്റ്റേജ് കെട്ടലും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒറ്റ കയറ്റെടുത്തിട്ട് അങ്ങനെ നടത്തന്നെ. ആര് വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെ പണി എടുക്കുക. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചോ. അല്ലാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തരുന്നതാണ്. ഖൈറിന്റെ വഴി അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ദുആക്ക് പകരം നിങ്ങൾ മുഴുവൻ സമയവും പ്രാർത്ഥനയ്ക്ക് പകരം ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾ അല്ലാഹു ഏറ്റെടുക്കും. മാത്രമല്ല നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. നിന്റെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റുക മാത്രമല്ല നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബിൽ വേണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മളെ ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. നമുക്ക് എന്തായാലും കാരണം അറിയോ? ഞാൻ ഇപ്പം കൊണ്ട് ഈ പ്രശ്നം നമ്മളൊക്കെ വിചാരിക്കുകയാണ് ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല, എനിക്ക് ഇനി ഒരുപാട് ആയുസ്സുണ്ട്, ഒരുപാട് റമളാൻ എനിക്ക് ജീവിതത്തിൽ വരാണ്ട്, ഞാൻ ഇബാദത്തെടുക്കതിന് സമയമുണ്ട്, ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിട്ട് ഇതൊക്കെ സമയമുണ്ട്. അപ്പൊ നമ്മക്ക് ഇപ്പൊ കുറച്ചുകൂടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുക. പിന്നെ നന്നാവാം. ഈ ചിന്തയുമായി ഓരോ രാത്രികളിലും അവനവന്റെ മെത്തയിൽ കിടന്നിറങ്ങുന്ന ആളുകൾ എത്രയോ ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്നത് കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. പണ്ട് കാലത്ത് നാട്ടിലെ അരാജകത്വം സൃഷ്ടിച്ച തമ്മാടിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അവന്റെ ഖബർ ജീവിതത്തിന് ശേഷം അവൻ നരകത്തിലേക്ക് അകപ്പെട്ടു. ആ നരകത്തിലേക്ക് അവൻ ചെല്ലുമ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്റെ കൂട്ടുകാരൊക്കെ എവിടെ? എന്റെ കൂടെ മദ്യപിച്ചവരും
എന്റെ കൂടെ അനാഥത്വം ചെയ്തവർ, തിന്മ ചെയ്തവർ, എന്റെ കൂടെ എല്ലാ തോന്നിവാസത്തിനുള്ള എന്റെ കൂട്ടുകാരെവിടെ എന്ന് നരകത്തിൽ ചെന്നപ്പോ ആ കൂട്ടുകാരൻ തനിയാണ്. അപ്പൊ ആ കൂട്ടുകാരനോട് മറുപടി പറയാം, അത് നിന്റെ മരണം കാരണം അവരൊക്കെ നന്നായിട്ടുണ്ട്, അവരൊക്കെ തൗബ ചെയ്തിട്ടുണ്ട്. കാരണം നീ പെട്ടെന്നാണല്ലോ മരിച്ചുപോയത്. നീ ആ തിന്മയുടെ കൂട്ടുകൂട്ടൽ ഏറ്റവും വലിയ നേതാവായിരുന്നല്ലോ. നിന്റെ പെട്ടെന്നുള്ള മരണം അവരെ വല്ലാണ്ട് ഷോക്കടിപ്പിച്ചു, അവരൊക്കെ തൗബ ചെയ്തു, അവരൊക്കെ നന്നായി. അപ്പൊ മറ്റുള്ളവര് നമ്മളെ കൂടെ ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കരുത്. ഇത് നമുക്കുള്ള വലിയ പ്രചോദനമാണ്. ഏത് സമയവും മരണം നമുക്ക് പിടികൂടുക തന്നെ ചെയ്യും. അല്ലാഹുവിനെ ഓർക്കാനും അവന് ധാരാളം സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുവാനും അവനെ വഴിപ്പെടാനും അവന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുവാനും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മഹിതമായ മാതൃകയിലൂടെ പിൻപറ്റി ജീവിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.